തേർഡ് ഇസ് ഓഫ് കോഴ്സ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ. നമ്മളൊരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് റൂം അല്ലെങ്കിൽ ഒരു സിംഗിൾ റൂം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിമോട്ട് ആയ ഒരു കാര്യമാണ്. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ്. കാരണം അത്രയും സ്റ്റുഡൻസ് ഉണ്ട്, അതിനനുസരിച്ച് ഫെസിലിറ്റീസ് കുറവാണ് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിൽ. പക്ഷേ എയിംസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങൾക്ക് ഒരു സിംഗിൾ റൂം എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടും. അത് ഏത് എയിംസ് ആയാലും. ഞാൻ ഫസ്റ്റ് എൻ്റെ അഡ്മിഷൻ എടുത്തൊരു സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ഫിയർ ചെയ്തൊരു കാര്യമായിരുന്നു. തേർഡ് ഇയർ വരെ നമുക്ക് ഏകദേശം ഒരു 4 പേരുടെ റൂം അല്ലെങ്കിൽ 6 പേരുടെ റൂം ഷെയർ ചെയ്തിരിക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഫൈൻ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഇയർ തൊട്ടിനി നീറ്റ് കഴിഞ്ഞു, നിങ്ങൾ MBS പഠിക്കുന്നതിന് ശേഷം യു ഹാവ് ടു പ്രിപ്പയർ ഫോർ നീറ്റ് പി ജിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് നിങ്ങളുടെ അനുസരിച്ച് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വീടിന് ദൂരെ നിൽക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് റിക്വയർ എ പ്രൈവറ്റ് സ്പേസ്. സോ അത് നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് എയിംസിൽ അതൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കിട്ടുന്ന ഒരു കാര്യം.